എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. വളരെ മനോഹരമായൊരു പോയം. നിങ്ങൾക്ക് കവിതകളൊക്കെ ഇഷ്ടമാണോ? ചിലർക്ക് കഥകളായിരിക്കും കൂടുതൽ ഇഷ്ടമല്ലേ? പക്ഷെ ചില കവിതകൾ നമ്മൾ വായിച്ചാൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കും. അങ്ങനെയുള്ളൊരു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലോകപ്രശസ്തനായൊരു ഐറിഷ് കവിയാണ് ഇതെഴുതിയത്. അദ്ദേഹത്തിന്റെ പേര് വില്യം ബട്ട്ലർ യീറ്റ്സ്, W.B. യീറ്റ്സ് എന്നാണ്. കവിതയുടെ പേര് ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ. എന്താണ് ഈ പേരിന്റെ അർത്ഥം? കൂൾ എന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. അയർലൻഡിലെ ഒരു പാർക്കാണിത്. അപ്പോ കൂൾ പാർക്കിലെ കാട്ടു അരയന്നങ്ങളെക്കുറിച്ചാണ് ഈ കവിത. സ്വാൻസ് എന്ന് പറഞ്ഞാൽ അരയന്നങ്ങൾ. നിങ്ങൾ അരയന്നങ്ങളെ കണ്ടിട്ടുണ്ടോ? നല്ല വെളുത്ത നിറത്തില് ഭംഗിയുള്ള പക്ഷികളാണല്ലേ? അപ്പോ കവി ഈ അരയന്നങ്ങളെ കണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത്. നമുക്ക് നോക്കിയാലോ? റെഡിയല്ലേ എല്ലാവരും? കവിത തുടങ്ങുന്നത് തന്നെ കൂൾ പാർക്കിന്റെ ഒരു മനോഹരമായ ദൃശ്യം വിവരിച്ചുകൊണ്ടാണ്. ദി ട്രീസ് ആർ ഇൻ ദെയർ ഓട്ടം ബ്യൂട്ടി. മരങ്ങളൊക്കെ അതിന്റെ ഓട്ടം ഭംഗിയിൽ നിൽക്കുകയാണ്. എന്താണ് ഓട്ടം? ഇല പൊഴിയുന്ന കാലം അല്ലേ? നമ്മൾ ശരത്കാലം എന്നൊക്കെ പറയും. ആ സമയത്ത് മരങ്ങളിലെ ഇലകൾക്ക് മഞ്ഞയും ഓറഞ്ചും ചുവപ്പും ഒക്കെ നിറമായിരിക്കും. കാണാൻ എന്തു ഭംഗിയായിരിക്കും അല്ലേ? ആ ഒരു കാഴ്ചയാണ് കവി ആദ്യം നമ്മളോട് പറയുന്നത്. ദ വുഡ്ലാൻഡ് പാത്സ് ആർ ഡ്രൈ. ആ പാർക്കിലെ കാടിനുള്ളിലൂടെയുള്ള വഴികളൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ്. അതായത് മഴക്കാലം കഴിഞ്ഞിരിക്കുന്നു. വഴികളിൽ ചെളിയൊന്നുമില്ല. അണ്ടർ ദി ഒക്ടോബർ ട്വൈലൈറ്റ് ദ വാട്ടർ മിറേഴ്സ് എ സ്റ്റിൽ സ്കൈ. സമയം എപ്പോഴാണെന്നോ? ഒക്ടോബർ മാസത്തിലെ ട്വൈലൈറ്റ് സമയം. എന്നാണ് ഈ ട്വൈലൈറ്റ്? വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷമുള്ള എന്നാൽ പൂർണ്ണമായി ഇരുട്ടാവാത്തൊരു സമയമില്ലേ? ആ ഒരു മങ്ങി വെളിച്ചം. ആ സമയത്ത് അവിടുത്തെ തടാകത്തിലെ വെള്ളം, ദ വാട്ടർ, ഒരു കണ്ണാടി പോലെ അനങ്ങാതെ കിടക്കുകയാണ്. എന്തിന്റെ കണ്ണാടി? ആകാശത്തിന്റെ. ആ നിശ്ചലമായ ആകാശം അപ്പടിയേ ആ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നു. ആലോചിച്ചു നോക്കൂ ആ കാഴ്ച. നല്ല നീല ആകാശമാണെങ്കിൽ വെള്ളത്തിലും നീല നിറം, ഓറഞ്ച് നിറമാണെങ്കിൽ വെള്ളത്തിലും ഓറഞ്ച്. എന്തു മനോഹരമായൊരു ഇമേജാണ് കവി ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ വെള്ളത്തിൽ കല്ലുകൾക്കിടയിലായി അപ്പോൺ ദ ബ്രിമ്മിംഗ് വാട്ടർ എമംഗ് ദ സ്റ്റോൺസ് ആർ 950 swans. 59 അരയന്നങ്ങളുണ്ട്. 950 എന്ന് പറഞ്ഞാൽ 59. കവിയായ അരയന്നങ്ങളെ എണ്ണാണ്. അവ ആ വെള്ളത്തിൽ അങ്ങനെ നീന്തി കളിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഈ വരികളിൽ നിന്ന് നമുക്ക് ആ സ്ഥലത്തിന്റെ ഒരു ചിത്രം മനസ്സിൽ കിട്ടിയില്ലേ? ഓട്ടം കാലമാണ്, വഴികൾ ഉണങ്ങിക്കിടക്കുന്നു, വൈകുന്നേരമാണ്, തടാകത്തിലെ വെള്ളം ശാന്തമാണ്, അതിൽ ആകാശം പ്രതിഫലിക്കുന്നുണ്ട്. പിന്നെയോ 59 അരയന്നങ്ങളും. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴേ കവി തന്റെ ഓർമ്മകളിലേക്ക് പോവാണ്. ദ 19th autumn has come upon me since I first made my count. കവി പറയാണ്, ഞാൻ ആദ്യമായി ഇവയെ എണ്ണിയതിനു ശേഷം ഇത് 19ാമത്തെ ഓട്ടമാണ്. അതിന്റെ അർത്ഥം എന്താ? കവിക്ക് 19 വയസ്സായെന്നാണോ? അല്ല. അദ്ദേഹം 19 വർഷങ്ങൾക്ക് മുൻപും ഇതേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അന്നും അദ്ദേഹം ഈ അരയന്നങ്ങളെ കണ്ടു, എണ്ണി. അതിനുശേഷം എല്ലാ വർഷവും അദ്ദേഹം വരുന്നുണ്ടാവാം. ഇപ്പോ 19 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഒരു നീണ്ട കാലയളവല്ലേ 19 വർഷം എന്നത്? അപ്പോ കവി ഇവിടെ ഓൾക്കുന്നത് ആ കടന്നുപോയ കാലത്തെയാണ്. I saw, before I had well finished, all suddenly mount and scatter wheeling in great broken rings upon their clamorous wings. അദ്ദേഹം ആ 19 വർഷം മുൻപുള്ള കാര്യം ഓർക്കുകയാണ്. അന്ന് അദ്ദേഹം അവയെ എണ്ണിത്തീരും മുൻപേ അവയെല്ലാം പെട്ടെന്ന് മുകളിലേക്ക് പറന്നുയർന്നു. എന്നിട്ട് വലിയ വളകളായി ഗ്രേറ്റ് ബ്രോക്കൺ റിങ്സ് ആകാശത്ത് ചിതറിപ്പറന്നു. അവയുടെ ചിറകുകൾ വലിയ ശബ്ദമുണ്ടാക്കിയിരുന്നു. ക്ലാമറസ് വിങ്സ്. ആ ചിറകടിയുടെ ശബ്ദം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ട്. ആ ഒരു ഊർജ്ജസ്വലമായ കാഴ്ച, ആ അരയന്നങ്ങൾ പെട്ടെന്ന് കൂട്ടത്തോടെ പറന്നുയരുന്നത്, അതാണ് കവി ഓർത്തെടുക്കുന്നത്. പക്ഷെ ഇന്ന് ആ ഓർമ്മകൾക്കൊരു സങ്കടത്തിന്റെ ഛായയുണ്ട്. കവി പറയാണ്, ഐ ഹാവ് ലുക്ഡ് അപ്പോൺ ദോസ് ബ്രില്യന്റ് ക്രീച്ചേഴ്സ് ആൻഡ് നൗ മൈ ഹാർട്ട് ഇസ് സോർ. ഞാൻ ആ പ്രകാശിക്കുന്ന ബ്രില്യന്റ് ആയ ജീവികളെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോ എന്റെ ഹൃദയം വേദനിക്കുന്നു. മൈ ഹാർട്ട് ഇസ് സോർ. എനിക്ക് ദുഃഖം തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും കവിക്ക് ഇപ്പോ ദുഃഖം തോന്നുന്നത്? 19 വർഷം മുൻപില്ലാത്ത എന്ത് മാറ്റമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്? കവി തന്നെ അതിനുത്തരം പറയുന്നുണ്ട്.
All's changed since I, hearing at twilight the first time on this shore, the bell beat of the wings above my head, trod with a lighter tread. എല്ലാം മാറിയിരിക്കുന്നു. All is changed. എപ്പു മുതലുള്ള മാറ്റമാണ് കവി പറയുന്നത്? 19 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ഈ തടാകത്തിന്റെ കരയിൽ വെച്ച് സന്ധ്യാസമയത്ത് എന്റെ തലയ്ക്ക് മുകളിലൂടെ അവയുടെ ചിറകടിയുച്ച എ ബെൽ ബീറ്റ് ഓഫ് ദിയർ വിങ്സ് കേട്ട ആ ദിവസത്തിൽ നിന്നും ഇന്നെല്ലാം മാറിയിരിക്കുന്നു. അന്ന് ഞാൻ നടന്നത് വിത്ത് എ ലൈറ്റർ ട്രെഡ് ആയിരുന്നു. അതായത് എന്റെ നടത്തിനൊരു ഭാരക്കുറവുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പമായിരുന്നു. എന്റെ മനസ്സിൽ ഭാരങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതൽ ഊർജ്ജസ്വലനായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. കവിക്ക് പ്രായമായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ ഒരു മാറ്റമല്ല അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്. അരയണ്ണങ്ങൾ അവിടെ തന്നെയുണ്ട്. പക്ഷെ അവയെ കാണുന്ന കവിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്ന കവി ആ അരയന്നങ്ങളെ വീണ്ടും നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെത്താൻ പറയാണ്, അൺവിയറീഡ് സ്റ്റിൽ, ലവർ ബൈ ലവർ, ദേ പാഡൽ ഇൻ ദ കോൾഡ്, കംപാനിയനബിൾ സ്ട്രീംസ് ഓർ ക്ലൈം ദെയർ. ആ അരയന്നങ്ങൾക്ക് ഒരു ക്ഷീണവുമില്ല. അൺവിയറീഡ് സ്റ്റിൽ. 19 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവ ഇപ്പോഴും ക്ഷീണമറിയാത്തവരായി തുടരുന്നു. അവ ഇപ്പോഴും ജോഡി ജോഡിയായി, ലവ് ബൈ ലവ്, ആ തണുത്ത് സൗഹൃദം നിറഞ്ഞ പുഴയിൽ നീന്തി തുടിക്കുന്നു, അല്ലെങ്കിൽ ആകാശത്തേക്ക് പറന്നുയരുന്നു. അവയുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ദെയർ ഹാർട്ട്സ് ഹാവ് നോട്ട് ഗ്രോൺ ഓൾഡ്. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. കണ്ടോ ആ ഒരു കോൺട്രാസ്റ്റ്? കവിയുടെ ഹൃദയം വേദനിക്കുന്നു, കാരണം അദ്ദേഹത്തിന് പ്രായമായി, ജീവിതം മാറി. പക്ഷേ അരയന്നങ്ങളുടെ ഹൃദയം ഇപ്പോഴും ചെറുപ്പമാണ്. അവ ഇപ്പോഴും പ്രണയിക്കുന്നു, ഒരുമിച്ച് നീന്തുന്നു, ഒരുമിച്ച് പറക്കുന്നു. പാഷൻ ഓർ കോൺക്വസ്റ്റ്, വാണ്ടർ വെർ ദേ വിൽ, അറ്റൻഡ് അപ്പോൺ ദം സ്റ്റിൽ. അവയുടെ ഉള്ളിലെ ആ ആവേശം, പാഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കീഴടക്കാനുള്ള ആഗ്രഹം, കോൺക്വസ്റ്റ്, അവ എങ്ങോട്ട് പോയാലും എവിടെ അലഞ്ഞു തിരിഞ്ഞാലും ഇപ്പോഴും അവയുടെ കൂടെ തന്നെയുണ്ട്. അവയുടെ ജീവിതത്തിലെ ആ ഒരു ജോയ്, ആ ഒരു സ്പിരിറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇത് കാണുമ്പോഴാണ് കവിക്ക് കൂടുതൽ സങ്കടം തോന്നുന്നത്. തനിക്ക് നഷ്ടപ്പെട്ട ആ യൗവനവും ഊർജ്ജവും ഈ അരയന്നങ്ങളിൽ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു. അങ്ങനെ ആ അരയന്നങ്ങളെ നോക്കി കവി ചിന്തയിലാഴുന്നു. ബട്ട് നൗ ദേ ഡ്രിഫ്റ്റ് ഓൺ ദ സ്റ്റിൽ വാട്ടർ, മിസ്റ്റീരിയസ്, ബ്യൂട്ടിഫുൾ. ഇപ്പോഴവ ആ നിശ്ചലമായ ജലത്തിൽ അങ്ങനെ ഒഴുകി നടക്കുകയാണ്. അവയെ കാണുമ്പോൾ കവിക്ക് എന്തോ ഒരു നിഗൂഢത, മിസ്റ്ററി തോന്നുന്നു. അവ വളരെ മനോഹരമാണ്, ബ്യൂട്ടിഫുൾ. അവയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ കവിക്കുണ്ടാകുന്നു. അവസാനത്തെ വരികളിൽ കവി ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയാണ്. അദ്ദേഹം സ്വയം ചോദിക്കുന്നു, എമംഗ് വാട്ട് റഷസ് വിൽ ദേ ബിൽഡ്, ബൈ വാട്ട് ലേക്സ് എഡ്ജ് ഓർ പൂൾ ഡിലൈറ്റ് മാൻസ് ഐസ്, വെൻ ഐ അവേക്കൺ സം ഡേ ടു ഫൈൻഡ് ദേ ഹാവ് ഫ്ലോൺ അവേ. ഈ അരയന്നങ്ങൾ അടുത്ത തവണ എവിടെയായിരിക്കും കൂടുകൂട്ടുന്നത്? റഷസ് എന്ന് പറഞ്ഞാൽ പുഴയുടെ കരയിൽ കാണുന്ന ഒരുതരം പുല്ലാണ്. അപ്പോൾ ഏത് പുല്ലുകൾക്കിടയിലായിരിക്കും അവ കൂടുവയ്ക്കുക? ഏത് തടാകത്തിന്റെ കരയിലായിരിക്കും? അല്ലെങ്കിൽ ഏത് കുളത്തിന്റെ അടുത്തായിരിക്കും അവ അടുത്തതായി മനുഷ്യരുടെ കണ്ണിന് ആനന്ദം നൽകുക? ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ച ശേഷം കവി തന്റെ ഏറ്റവും വലിയ ഭയം വെളിപ്പെടുത്തുന്നു. വെൻ ഐ അവേക്കൺ സം ഡേ ടു ഫൈൻഡ് ദേ ഹാവ് ഫ്ലോൺ അവേ. ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഉണരുമ്പോൾ അവയെല്ലാം ഇവിടെ നിന്ന് പറന്നുപോയെന്ന് ഞാൻ അറിയുമോ? ഈയൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അരയന്നങ്ങൾ സ്ഥിരമായി ഇവിടെ ഉണ്ടാകുമോ? അതോ അവ എന്നെങ്കിലും ഈ സ്ഥലം വിട്ടുപോകുമോ? കവിക്ക് പേടിയാണ്. ഈ സൗന്ദര്യം, ഈ കാഴ്ച ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുമോ എന്ന്. ഇതൊരു തരത്തിൽ കവിയുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ളൊരു ചിന്തകൂടിയാണ്. ഈ അരയന്നങ്ങൾ യൗവനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമാണ്. അവ പറന്നുപോകുമോ എന്ന ഭയം ഒരുപക്ഷെ കവിക്ക് തന്റെ യൗവനവും ജീവിതവും നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള ദുഃഖത്തെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം താൻ ഈ ലോകത്തുനിന്ന് ഇല്ലാതാകുമ്പോൾ ഈ സൗന്ദര്യം കാണാൻ കഴിയില്ലല്ലോ എന്ന ചിന്തയായിരിക്കാം. ഈ അരയന്നങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമായിരിക്കും, പക്ഷെ അത് കാണാൻ താൻ അവിടെ ഉണ്ടാകില്ല. അപ്പോൾ ഈ കവിത പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. കാലമെങ്ങനെ മനുഷ്യനെ മാറ്റുന്നു, യൗവനവും വാർദ്ധക്യവും തമ്മിലുള്ള വ്യത്യാസം, ജീവിതത്തിന്റെ നശ്വരത തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയ കവിതയിലൂടെ WB എയ്റ്റ്സ് നമ്മളോട് പറയുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയാൻ 800-606-663-63 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.